അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ജദാറയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ കഴിഞ്ഞ 20-ാം തീയതി കഴിഞ്ഞ LP അറബിക് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മളിന്ന് ചർച്ചയ്ക്കെടുക്കുകയാണ്. അതിലെ നഹ്വ്, അതുപോലെ തന്നെ ബലാഗ, അറൂള് ഈ വിഷയങ്ങളാണ് നമ്മൾ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കടക്കാം. നമുക്ക് ആകെ എത്ര ചോദ്യം ചോദിച്ചു? നഹ്വിൽ നിന്ന് 10 ചോദ്യമാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. പൊതുവേ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നഹ്വിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, വമിനൻ നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫിൻ കലിമത്തു ഹർഫ് ഹുന. ഇവിടെ വമിനൻ നാസി ജനങ്ങളിൽ, ഇതൊരു ആയത്താണ്, ഖുർആനിൻ്റെ ആയത്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫിൻ, അള്ളാഹുവിനെ ആരാധിക്കുന്നത്, അലാ ഹർഫിൻ ഹർഫോട് കൂടി. ഇവിടെ ഹർഫ് എന്നത് എന്താണ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ഏതൊക്കെയാണ്? മാല യത്തിമ്മു, മഅന ഇല്ലാ ബി വുജൂദിഹി മാ ഗൈരിഹി, ബി മഅന അലാ ഷക്കിൻ വ ഖലിഖിൻ, ഖിസ്മുൻ മിൻ അഖ്സാമിൽ കലാം. ഓപ്ഷൻ എ ആൻഡ് സി. അപ്പോൾ നമ്മൾ ഇതിൽ ശരിയായ ആൻസർ, ശരിക്കും ഇവിടെ ഹർഫ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതാണ്. ഇവിടെ ഹർഫ് നമുക്കറിയാം, നമ്മൾ ഇസ്മ്, ഫിഅല്, ഹർഫ് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ഹർഫിൻ്റെ കായിദയാണ് ഒന്നാമത്തെ ഓപ്ഷനായിട്ട് നൽകിയിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ സി ആയിട്ടുള്ള ഓപ്ഷൻ സി, ഖിസ്മുൻ മിൻ അഖ്സാമിൽ കലാം, കലാമിൻ്റെ കലിമയുടെ 3 കിസ്മുകളിൽ ഒരു കിസ്മാണ് ഹർഫ് എന്ന് പറയുന്നു. മറ്റൊന്ന് ബി ഓപ്ഷൻ കൊടുത്തുള്ള ബി മഅന, അതിൻ്റെ അർത്ഥം അലാ ഷക്കിൻ വ ഖലിഖിൻ, അതുപോലെ അസ്വസ്ഥതയോടെയും അതുപോലെ തന്നെ സംശയത്തോടെയും ഒക്കെയുള്ള ആ ഒരു അർത്ഥത്തിൽ യൂസ് ചെയ്തതാണ് അവിടെ ഹർഫ് എന്നുള്ളത്. അപ്പോൾ സത്യത്തിൽ ഇത് ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ശരിയായ ആൻസർ. കാരണം അവിടെ അലാ ഹറഫിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച തരത്തിലുള്ള ഹറഫ് അല്ല, മറിച്ച് അള്ളാഹുവിനെ ആരാധിക്കുന്ന ആളുകൾ, അലാ ഹറഫിൻ, ഒരു അസ്വസ്ഥതയോടുകൂടി അല്ലെങ്കിൽ ഒരു സംശയത്തോടുകൂടി അള്ളാഹുവിനെ ആരാധിക്കുന്ന ആളുകൾ ജനങ്ങളിലുണ്ട് എന്ന് അവിടെ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യം വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യമായിരുന്നു ഇത്. യക്കൂനു ഖബറു ലഅല്ല ദാഇമൻ, ലഅല്ലയുടെ ഖബർ എപ്പോഴും എന്തായിരിക്കും എന്നുള്ളതാണ്. മർഫൂഅ്, ബി മൻസൂബ്, സി മജ്റൂർ, മജ്സൂം. ഇതിൽ നിന്ന് 2 ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. ഒന്ന് മജ്റൂർ ആവില്ല, മജ്സൂമും ആവില്ല. ഈ 2 ഓപ്ഷൻ സിയും ഡിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കണം. മറ്റൊന്ന് മർഫൂഅ്, മൻസൂബ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, ലഅല്ല എന്നുള്ളത് ഏതിൽപ്പെട്ടതാണ്? ലഅല്ല എന്നുള്ളത് ഇന്നയുടെ അഖവാത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഇന്നയുടെ അഖവാത്തിൻ്റെ ഖബർ എപ്പോഴും എന്തായിരിക്കും? അതെ, മർഫൂഅ് ആയിരിക്കും. അപ്പം എ ആണ് അതിൻ്റെ ശരിയായ ആൻസർ. ഓക്കെ, അടുത്ത ഒരു ചോദ്യം, വജ്ജഹതു വജ്ഹിയ ലില്ലദി ഫതറ സമാവാത് വൽ അർദ് ഹനീഫൻ. നമ്മൾ മിക്കതും ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണ്. ഇവിടെ ചോദ്യം ഇതാണ്, ഇഅ്റാബു അസ്സമാവാത്ത് വൽ അർദ്, സമാവാത്തിൻ്റെയും അർളിൻ്റെയും ഇഅ്റാബ് എന്താണ്? ഇഅ്റാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവസാനം അവിടെ സമാവാത്ത് എന്ന് പറയുമ്പോൾ അതിൻ്റെ താഇൻ്റെ ഹറക്കത്ത് എന്താണ്? അർള് എന്ന് പറയുമ്പം ലാദിൻ്റെ ഹറക്കത്ത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ അസ്സമാവാത്തു വൽ അർളു, ഓപ്ഷൻ ബി അസ്സമാവാത്തി വൽ അർളി, ഓപ്ഷൻ സി അസ്സമാവാത്തി വൽ അർളു, അസ്സമാവാത്തു വൽ അർള, ഓപ്ഷൻ ഡി. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് സമാവാത്ത് എന്താണ്? ശരിക്കും ജമ്മു മുഅന്നസ് സാലിമാണ്. അപ്പോൾ ഫത്തറ അല്ലേ, അവിടെ ഫത്തറ സമാവാ ത എന്നാണ് ശരിക്കും പറയേണ്ടത്. മഫ്ഊലാണ്. മഫ്ഊലാകുമ്പോൾ ത ആണ് വരേണ്ടത്. പക്ഷേ ഇത് ജംഉ മുഅന്നസ് സാലിം ആയതുകൊണ്ട് അതിന് താഇമേൽ ത എന്ത് ചെയ്യൂല, അവിടെ ഫത്തഹ് കൊണ്ട് നസ്ബ് ചെയ്യൂല. മുഅന്നസ് സാലിമിനെ എന്ത് ചെയ്യൂല? നസ്ബ് ഫതഹ് കൊണ്ടല്ല, യുൻസബു ബിൽ ജറ് കൊണ്ടാണ്. വയുൻസബു വൈജറു ബിൽ കെസ്ര കൊണ്ട് എന്ത് ചെയ്യും? അവിടെ ജറ് ചെയ്യപ്പെടും എന്നതാണ്.
ഓക്കെ. ഇനിയോ അർളിൻ്റെയോ? അപ്പോൾ സമാവാത്തി നമുക്ക് കിട്ടി. ഇനി അർളിൻ്റെയോ? അർള് അല്ലേ, വൽ അറുള്ളാണ്. വൽ അറുള്ള ഫത്തഹാണ്. അവിടെ അത്തുഫ് അല്ലേ, മഅത്തൂഫ് എന്ത് ചെയ്യുന്നു, ഇതിനെ പിന്തുടരും. ഓക്കെ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയായ ആൻസർ. അടുത്ത ഒരു ചോദ്യം, അൽ ഇസ്മുൽ മൻഖൂസ് ഫീമാ യലി, താഴെ കൊടുത്തതിൽ ഇസ്മുൽ മൻഖൂസ് ഏതൊക്കെയാണ് എന്നാണ്. ഏതാണ് ഇതിൽ ഇസ്മുൻ മൻഖൂസ്? അല്ലേ, മുസ്തഫ, ബി ഓപ്ഷൻ അൽ ഖാദി, സി മുഹാമി, ഡി ബി ആൻഡ് സി. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. ഏതായിരിക്കും ആൻസർ? അതെ, ബി ആൻഡ് സി, മുഹാമിയും അതുപോലെ തന്നെ അൽ ഖാദിയും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്താണ് ഈ മൻഖൂസ് എന്നുള്ളത്. ഓക്കെ. ഇസ്മുൽ മഖ്സൂർ എന്ന് പറഞ്ഞാൽ ഇസ്മുൻ മുഅറബുൻ ആഖിറുഹു അലിഫുൻ ലാസിമ. അതാണ് എന്ത് മഖ്സൂർ എന്ന് പറഞ്ഞാൽ. അതായത് അലിഫുൻ ഖദ് തക്കൂൻ, അലിഫ് എങ്ങനെ വരാം? ഒന്നിലേക്ക് അലിഫ് വരാം, അല്ലെങ്കിൽ യാ കൊണ്ട് അല്ലേ അലിഫ് വരാം. ഇപ്പോൾ ഉദാഹരണം ഫതാ, അസ്വാ, ഹുദ, മുസ്തഷ്ഫ. അപ്പോൾ അവിടെ ഫസ്റ്റുള്ള ഓപ്ഷൻ ഏതാണ്? മുസ്തഫയാണ്. മുസ്തഫ അല്ലേ, മുസ്തഫ എന്ന് പറയുമ്പോൾ അത് മഖ്സൂറാണ്. ഓക്കെ. ഇനി അടുത്തത് നോക്കാം. ഇസ്മുൻ മൻഖൂസ് എന്താണ്? ഇസ്മുൻ മൻഖൂസ് ഹുവ ഇസ്മുൻ മുഅറബുൻ ആഖിറുഹു യാ ഉൻ ലാസിമ മക്സൂറുൻ മാ ഖബലഹ, തൊട്ട് മുന്നേ കെസ്ർ നൽകപ്പെട്ടത്. ഉദാഹരണം അൽ ഖാദി, അദ്ദാഇ, അറായി, അസ്സായി എന്നുള്ളതാണ് എൻ്റെ ഉദാഹരണങ്ങളായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മുഹാമിയുണ്ട്, അതുപോലെ തന്നെ ഏതുണ്ട്? മുഹാമിയുണ്ട്, പിന്നെ ഖാലി എന്നുള്ളതുണ്ട്. അപ്പോൾ അത് രണ്ടും എന്താണ്? മൻഖൂസാണ്. അത് രണ്ടും നമ്മൾ ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഇനി ഒന്നും കൂടി ഉണ്ട് അതിൽ, ആ ഭാഗങ്ങളിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇസ്മുൻ മംദൂദ്. എന്താണ് ഇസ്മുൻ മംദൂദ്? ഇസ്മുൻ മുഅറബുൻ ആഖിറുഹു ഹംസത്തുൻ ഖബ്ലഹ അലിഫുൻ സായിദ, അവസാനം ഹംസയായിരിക്കും, തൊട്ട് മുന്നേ ഒരു അലിഫ് ഉണ്ടാകും. ഉദാഹരണം സമാ, സഹ്റാ, ബിനാ, ദുആ. ഇവിടെയൊക്കെ അലിഫിൻ്റെ മുന്നേ എന്തുണ്ട്? ഒരു ഹംസയുടെ മുന്നേ എന്തുണ്ട്? ഒരു സായിദയായിട്ടുള്ള അലിഫ് നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി നമുക്ക് പെട്ടെന്ന് ഓർക്കണമെങ്കിൽ ലിത്തദക്കുർ ബിസുഹൂല, പെട്ടെന്ന് ഓർക്കാം. മഖ്സൂർ അവസാനിക്കുന്നത് അലിഫ് കൊണ്ടോ അല്ലെങ്കിൽ മുഖദ്ദറത്തായിട്ടുള്ള അലിഫ് കൊണ്ടോ ആയിരിക്കും. ഇനി മൻഖൂസ് അവസാനിക്കുന്നത് യാ കൊണ്ടായിരിക്കും. മംദൂദ് അവസാനിക്കുന്നത് എങ്ങനെ? അലിഫ് കഴിഞ്ഞ് ഹംസ വരും. അതാണ് മംദൂദ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ. നെക്സ്റ്റ് ചോദ്യം, റഅയ്തുൽ യൗമ അസ്റൻ വറാ അൽ മസ്ജിദി തഹ്ത ഷജറത്തിൻ സുഅബാനൻ ഖുംതു ബുർഹതൻ സുമ്മ ഫറർതു. ഇവിടെ ചോദ്യം അദദുൽ ലർഫി ഫി ഹാദിഹിൽ ജുംല, ഈ ജുംലയിലെ ലർഫുകളുടെ എണ്ണം എത്രയാണ് എന്നാണ്. എ 4, ബി 5, സി 6, ഡി 7. നമുക്ക് നോക്കാം ഏതാണ് ആൻസർ എന്ന്. ബി 5 ആണ് ശരിയായ ആൻസർ. അപ്പോൾ ഇതിൽ ഏതാ നോക്കിയോൾ? 1 അസ്ർ ശരിയാണ്, 2 വറാ ശരിയാണ്, തഹ്ത ശരിയാണ്. അപ്പോൾ 3 എണ്ണമായി. ഇനി 4-മത്തത് ബുർഹത്ത്. അപ്പോൾ 5-മത്തതൂടെ? അപ്പോൾ നമ്മൾ പഠിച്ച 4 നമ്മൾ കാണുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ 4 നമ്മൾ ക്ലിക്ക്, പക്ഷേ 4 ക്ലിക്ക് ചെയ്യരുത്. ഇവിടെ അൽ യൗമ എന്നുള്ളതും എന്ത് തന്നെയാണ്? ലർഫു സമാനാണ്. ലർഫു സമാൻ, ഒരു കാലത്തെ, ടുഡേ എന്ന് പറയുമ്പം ഇന്ന് എന്നുള്ളൊരു കാലത്തെ അറിയിക്കുകയാണ്. അപ്പോൾ അൽ യൗമ എന്നുള്ളത്, അപ്പോൾ അങ്ങനെ ടോട്ടൽ 5 ആണ് ഇവിടെ ലർഫ് ഉള്ളത്. ഓക്കെ. നെക്സ്റ്റ് ചോദ്യം, അവ്വലു ഹിന്ദിയുൻ യസിലുൽ മഹത്തത്തുൽ ഫളായിയ അദ്വലിയ ഹുവ ശുബാൻഹ ശുക്ല വഖല ഡാഷ് എന്നുള്ളതാണ്. ഇത് ശരിക്കും ഒരു കുഴക്കുന്ന ചോദ്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത് അല്ലേ. ഇവിടെ സമാനിയത്ത അഷറ യൗമിൻ, സമാനിയത്ത അഷറ അയ്യാമിൻ, സമാനിയ അഷറത്ത യൗമൻ കുല്ലുൻ ഖത്ത എന്നുള്ളതുണ്ട്. ഇവിടെ നമ്മൾ എന്താണ് ആലോചിക്കേണ്ട ഒരു സംഗതി എന്തെന്ന് വെച്ചാൽ
11 മുതൽ 99 വരെയുള്ള നിയമം ഇവിടെ നമ്മൾ നോക്കണം. 11 മുതൽ 99 വരെ. ഇപ്പോൾ അഹദ അഷറ കൗക്കബൻ, ഇസ്നത അഷറത്ത ഐനൻ, ഇത് രണ്ടും ഓക്കെ. അടുത്തതോ, അപ്പോൾ ഇവിടെ ശരിയായ ആൻസർ ഏതായിരിക്കും? നമ്മൾ പെട്ടെന്ന് ബി നമ്മൾ എന്ത് ചെയ്യും, കൊടുക്കും. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, അവിടെ യൗമ് എന്നുള്ളതല്ല ഉപയോഗിച്ചത്, മറിച്ചോ അയ്യാമ് എന്നുള്ളതാണ് ഉപയോഗിച്ചത്. അയ്യാമല്ല അവിടെ യൂസ് ചെയ്യാം. മുഫ്രദ് മൻസൂബ് നസ്ബാണ് അവിടെ കൊടുക്കേണ്ടത്. മുഫ്രദിൽ നസ്ബ് കൊടുക്കുക. അപ്പോൾ സമാനിയത്ത അഷറ യൗമൻ എന്നുള്ളതാണെങ്കിൽ അത് ശരിയായിരുന്നു, സമാനിയത്ത അഷറ യൗമൻ എന്നുള്ളതെങ്കിൽ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ആൻസർ ഇല്ല, കുല്ലുൻ ഖത്ത ആണ്. കുല്ലുൻ ഖത്ത ആണ് ഇതിൽ ശരിയായ ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം അത്തഅജ്ജുബ് അസ്സഹീഹ് ഫി, ഇപ്പോൾ മാ അജ്മൽ സമ എന്നുള്ളതാണ്. ഇവിടെ മാ അഫ്അല വസിൻ, അതാണ് നമ്മളിവിടെ നോക്കേണ്ടത്. നോക്കാം, ഇതിൽ മാ അജ്മല സമാ അ, മാ അജ്മലു സമാഇ, മാ അജ്മലു സമാ അ, മാ അജ്മല സമാഇ. ഇതിലേതാണ് ശരിയായ ആൻസർ? യെസ്, മാ അജ്മല അസ്സമാ, മാ അജ്മല അസ്സമാ. ഓക്കെ, അടുത്ത ദഹറജത്തിൽ ഖുറ. ഈ ദഹറജ അല്ലേ, ഹുന, ഇവിടെ ദഹറജ ഏതാണ്? സുലാസി മസീദാണോ, ഖുമാസി ആണോ, റുബായി മുജറദാണോ, റുബായി മസീദാണോ? അവിടെ ഓപ്ഷൻ കൊടുത്തൊന്നും തെറ്റിയിട്ടുണ്ട്. ഓക്കെ, നോക്കാം ഏതാണ്. റുബായി മുജറദാണ്, റുബായി മുജറദ്. ഓക്കെ, അടുത്ത ചോദ്യം യുസമ്മ അത്തർക്കീബ് അല്ലദീ യതകവ്വനു മിൻ ജാരിൻ വ മജ്റൂരിൻ ഔ ലറഫിൻ വമാ യതഅല്ലഖു ബിഹിമ. അല്ലേ, യുസമ്മ തർക്കീബ്, ഒരു തർക്കീബിന് പറയുന്ന പേര്. അല്ലദീ യതകവ്വനു, അത് ജാർ മജ്റൂർ ആകാം, അല്ലെങ്കിൽ ലറഫൊക്കെ ആകാം. ഇതിന് പറയുന്ന പേര് ലറഫ്, മുബ്ഹിം, നവാസിഖ്, ഷിബ്ഹ് ജുംല, ലമായിർ. ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. ഷിബ്ഹ് ജുംലയാണ് ശരിയായ ആൻസർ. അടുത്ത ഒരു ചോദ്യം ജംഉ കലിമത്തു അഷ്ഷഹർ. ഷഹർ എന്നുള്ളതിൻ്റെ ജം ആയിട്ടുള്ള അഷ്ഹുർ, ഷുഹൂർ എന്നുള്ളത്. അമ്മൽ അഷ്ഹുർ, അപ്പോൾ അഷ്ഹുർ എന്ന് പറഞ്ഞാൽ അത് ഏത് തരത്തിലുള്ള ജം ആണ് ഇതിൽ എന്നുള്ളത്? ജംഉൽ ജം. ഇപ്പോൾ നബാത്ത്, നബ്തുൻ ജം നബാത്ത്, നബ്തുൻ ജം നബാത്ത്, നബാത്തിൻ്റെ ജം നബാത്താത്ത്. ഇപ്പം 4ാം ക്ലാസ്സിലെ ഒരു പുസ്തകത്തിലുള്ള, അറബി പുസ്തകത്തിലുള്ളതാണ്. നബത്തിൻ്റെ ജം നബാത്ത്, നബാത്തിൻ്റെ ജം നബാത്താത്ത്. അപ്പോൾ അത് ജംഉൽ ജം ആണ്, ജംഉൽ ജം, ജംഇൻ്റെ ജം. അതാണോ ഇവിടെ അഷ്ഹുർ? അടുത്ത് ബി ഓപ്ഷൻ ജംഉൽ ഖില്ല, ജംഉൽ ഖില്ല. നമ്മളെ ഖില്ല എന്താണെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതാണോ ഇത്? ജംഉ തക്സീർ, നമ്മൾ തക്സീറിൽ പെടുത്താൻ പറ്റുമോ അഷ്ഹുർ? ഇനി ജംഉ തക്സീറും ജംഉൽ ഖില്ലയും രണ്ടുമാണോ? നോക്കാം നമുക്ക് ഏതാണ്. നിങ്ങൾ ഏതാ ആൻസർ എഴുതിയത്? യെസ്, ഡി ആണ് ശരിയായ ആൻസർ. ജംഉ തക്സീറിൽ ഇതിനെ പെടുത്താൻ പറ്റും, ജംഉൽ ഖില്ലയിലും പെടുത്താൻ പറ്റും. പക്ഷേ ജംഉൽ ജം ആണോ? അല്ല, ജംഉൽ ജം അല്ല. അടുത്ത 10ാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യമാണ്. സ്വാഹ വഫ്ദുൽ ഹൈവാനാത്തി ഫി സൗത്തിൻ വാഹിദ് ലിഅൻ നജൂഅ വനഹ്നു അഹ്റാർ അഹബ്ബു ഇലൈന മിൻ അൻ നഷ്ബഅ വനഹ്നു സുജനാ മാ നഉൽ വാവി ഖബ്ല നഹ്നു. നഹ്നു എന്നുള്ളതിൻ്റെ മുന്നിലുള്ള വാവ് ഏത് നൗഇൽ പെട്ടതാണ് എന്നതാണ്. വാവുൽ മഇയ്യ, വാവുൽ ഹാല്, വാവുൽ അത്ഫ്, വാവുൽ ജം. ഇതിലേതായിരിക്കും? വാവുൽ മഇയ്യയാണോ? വാവുൽ മഇയ്യയാണോ? വാവുൽ മഇയ്യ അല്ല. ഓക്കെ, അത്ഫിൻ്റെ വാവാണോ? ചേർക്കാനുള്ളതാണോ? അല്ല. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടത് വാവുൽ ഹാല്, വാവുൽ ജം. അപ്പോൾ ഏതാണ് നമുക്ക് നോക്കാം? വാവുൽ ഹാലാണ് അത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 10 ചോദ്യങ്ങളാണ് ഏത് നഹവിൽ നിന്ന് നമ്മോട് ചോദിച്ചിട്ടുള്ളത്. നഹവിൽ നിന്ന് നമ്മോട് ചോദിച്ചിട്ടുള്ള 10 ചോദ്യങ്ങൾ നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു. ഓക്കെ, അടുത്തത് ബലാഅയും അറൂലയുമാണ്.
നോക്കുക. അതിന് ടോട്ടൽ 7 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത് അറൂദിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് അസിഹാഫാത്തു വൽ ഇലൽ മിൻ ഇൽമി. സിഹാഫാത്തും ഇലലുമൊക്കെ ഏതിൽപ്പെട്ടതാണ് എന്നത്. ബലാഗ, അറൂദ്, അന്നഖദ്, എ ആൻഡ് ബി. ഇതിലേതാണ് നിങ്ങൾ ആൻസർ ചെയ്തത്? നിങ്ങൾ ചെയ്തിട്ടുണ്ടാകുക ഏതായിരിക്കും? അറൂദ് തന്നെ ആയിരിക്കും എന്ന് ഒരു ഉറപ്പുണ്ട്. അപ്പോൾ ബി ആണ് അതിൻ്റെ ശരിയായ ആൻസർ. അറൂദിൽപ്പെട്ടതാണ്. സിഹാഫാത്ത് വൽ ഇലൽ അത് ഏതിൽപ്പെട്ടതാണ്? അതെ, അറൂദിൽ പെട്ടതാണ്. നെക്സ്റ്റ് ചോദ്യം, മൻ സാദ ബഹ്റു അൽ ഖബബ് അൽ മുതദാരിക് അല ബഹ്റുൽ ഖലീലി. അറൂദയിൽ അല ബഹ്റുൽ ഖലീലി എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാക്കി ചോദിച്ചതാണ്. അതായത് ചോദ്യം എത്രേ ഉള്ളൂ, ഖബബ് അല്ലെങ്കിൽ മുത്തദാരിക് എന്നത് അറൂദയിൽ ചേർത്തിട്ടുള്ളത് ആരാണ് എന്നതാണ് ചോദ്യം. അൽ അഖ്ഫശ്, അബു അംറുബ്നുൽ അല, അൽ കസായി, അസീബവൈഹി. ഇവിടെ നമുക്ക് 2 ഓപ്ഷൻ നമുക്ക് പെട്ടെന്ന് ഒഴിവാക്കാൻ കഴിയും. കാരണം കസായിയും സീബവൈഹിയും നഹവിസ്റ്റുകളാണ് എന്ന് നമുക്കറിയാം. അബു അംറുബ്നുൽ അല ഒരു ലുഗവിസ്റ്റാണ് എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ആരാണ്? അഖ്ഫഷാണ് ഇത് ചേർത്തിട്ടുള്ളത്. ശരിയായ ആൻസർ അൽ അഖ്ഫഷ്. അഖ്ഫഷാണ് ശരിയായ ആൻസർ. ഓക്കെ, അടുത്ത ബലാഗയിൽ നിന്നുള്ള ചോദ്യമാണ്. വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലിക അൽ ഖുൽദ അഫ ഇം മിത്ത ഫഹുമുൽ ഖാലിദൂൻ എന്ന ഖുർആനിൻ്റെ ഒരു ആയത്ത് നമുക്ക് കാണുവാൻ പറ്റും. മസലുൻ ലി, ഇത് ഏതിന് മസലാണ് എന്ന്. ഇത് നിങ്ങൾ എവിടെയെങ്കിലും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും. ഖുർആനിലല്ലാതെ ബലാഗയുടെ പുസ്തകം നോക്കിയാൽ അതിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അത് ഏത് പറയുന്ന സ്ഥലത്താണ്? മുസാവാത്ത് പറയുന്ന സ്ഥലത്താണോ, ഈജാസ് പറയുന്നിടത്താണോ, ഇത്നാബ് പറയുന്നിടത്താണോ, കസ്ർ പറയുന്നിടത്താണോ? അപ്പോൾ ഇത് നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ തന്നെ നമുക്ക് കിട്ടും. ഇത് ഇത്നാബാണ്. ഇത്നാബാണ് ഇതിൻ്റെ ശരിയായ ആൻസർ. ഇത്നാബിൽ തംബ്രീനാത്ത് പറയുന്ന ഭാഗത്ത് അവിടെ കൊടുത്തിട്ടുള്ള ഒരു തംബ്രീനാണ് ഇത്. വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലിക്കൽ ഖുൽദ അഫ ഇൻ മിത്ത ഫഹുമുൽ ഖാലിദൂൻ എന്നുള്ളത്. ഓക്കെ, അതിൻ്റെ ബാക്കിയായിട്ട് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് എന്നുള്ള ആയത്തും നമുക്ക് കാണുവാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്നാബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, മുസാവാത്ത് തസാവിയായിട്ട് പറയുക എന്നാണ്. ഈജാസി എന്ന് പറഞ്ഞാൽ ചുരുക്കുക എന്നാണ്. ഇത്നാബ് എന്നാണ് വലിച്ച് നീട്ടുക എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഇത്നാബിൽ തന്നെ കുറച്ച് രൂപങ്ങളുണ്ട്, കുറച്ച് ഭാഗങ്ങളുണ്ട്. അതിൽ തദീയിലാണ് ഇത് വരുന്നത്. തദീയിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഭാഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഓക്കെ, അടുത്ത ഒരു ചോദ്യം, ഇഖ്തർ അത്തസ്രീഹ് സ്വഹീഹ്. താഴെ കൊടുത്തതിൽ നിന്ന് ശരിയായ തസ്രീഹ് തിരഞ്ഞെടുക്കാനാണ്. 1 അത്തഷ്ബീഹ് വൽ ഇസ്തിആറ മിൻ ഇൽമിൽ ബയാൻ. തഷ്ബീഹും ഇസ്തിആറത്തും ഇൽമുൽ ബയാനിൽ ഉള്ളതാണ്. രണ്ടാമത്തത് കുല്ലു ഇസ്തിആറത്തിൻ, എല്ലാ ഇസ്തിആറയിലും തതളമ്മനു മഅന തഷ്ബീഹ്, അതിൽ തഷ്ബീഹിൻ്റെ മഅന ഉൾക്കൊള്ളുന്നുണ്ട്. ഇനി തതളമ്മനു അൽ ഇസ്തിആറ തൊറഫൈ അത്തഷ്ബീഹ്. തതളമ്മനു ഉൾക്കൊള്ളുന്നു അൽ ഇസ്തിആറയിൽ തൊറഫൈ അത്തഷ്ബീഹ്, തഷ്ബീഹിൻ്റെ 2 ഇനങ്ങൾ ഏതാണ്? മുഷബ്ബഹും മുഷബ്ബഹ് ബിഹിയും ഉൾക്കൊള്ളുന്നു എന്നതാണ്. അപ്പോൾ നമുക്ക് ഒന്നിനെന്തായാലും ഇതിന്ന് ഒഴിവാക്കാൻ കഴിയും. കാരണം ഏതാണ്? സി ഓപ്ഷൻ. കാരണം ഇസ്തിആറ എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്തിആറ എന്ന് പറഞ്ഞാൽ ഹുദിഫ അഹദു തൊറഫൈ അത്തഷ്ബീഹാണ്. ഹുദിഫ അഹദു തൊറഫൈ അത്തഷ്ബീഹാണ്. അപ്പോൾ ഇനി 3 ഓപ്ഷനാണ് നമുക്ക് ഇതിൽ ഉള്ളത്. അപ്പോൾ എയും ബിയും ഉണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും ആൻസർ ചെയ്യേണ്ട ഏതാ? അല്ലേ, ഫസ്റ്റ് തന്നെ തന്നെയാണെന്ന് വിചാരിച്ചാൽ നമ്മൾ ആൻസർ ചെയ്യാൻ പാടില്ല. ഏതാണ്? ഇങ്ങനെ വരുന്ന ചോദ്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഏതാണ് ആൻസർ? എയും ബിയും ആണ്. ഇൽമുൽ ബയാനിൽപ്പെട്ടതാണ്, ശരിയാണ്. അതുപോലെ തന്നെ കുല്ലു ഇസ്തിആറത്തിൻ തതളമ്മനു മഅന തഷ്ബീഹ്, അതും ശരിയായ ആൻസർ. അപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ ഏതാണ്? ഡി ആണ് ശരിയായ ഓപ്ഷൻ. അടുത്ത ചോദ്യം, മിൻ ഇൽമിൽ ബദിയ. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ് പ്രാവശ്യം ബലായിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. മിൻ ഇൽമിൽ ബദിയ, ഇൽമുൽ ബദിയയിൽപ്പെട്ടിട്ടുള്ളത് ഏതാണ്? ജിനാസ്, മുഖാബല, തിബാഖ്, കുല്ലുൻ സ്വഹീഹ്. അല്ലേ, മുഴുവൻ ഓപ്ഷനും വായിച്ചിട്ടേ നമ്മൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്തേ? ജിനാസ് കണ്ടാൽ ജിനാസ് കറുപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു അല്ലേ. അപ്പുറത്ത് മുക്കാബിലും തിബാഖൊക്കെ ഇൽമുൽ ബയാനപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ കുല്ലുൻ സ്വഹീഹ്.
ശരിയായ ആൻസർ കുല്ലുൻ സ്വഹീഹ്. നെക്സ്റ്റ്, അല്ലാഹു നൂറു സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിഷ്കാത്ത് അൻ നൂറാനി ഹുന. ഇവിടെ 2 നൂറ് നമുക്ക് കാണുവാൻ പറ്റും അല്ലേ? ഏതൊക്കെയാണ്? മുഷബ്ബഹ്, ബി ഓപ്ഷൻ മുഷബ്ബഹ്, എ ഓപ്ഷൻ മുഷബ്ബഹ് ബിഹി, ബി ഓപ്ഷൻ മുഷബ്ബഹ്, സി അൽ ഔവൽ മുഷബ്ബഹ്, ഒന്നാമത്തെ നൂറ് മുഷബ്ബഹ് ബിഹിയാണ്, വസാനി മുഷബ്ബഹ്, അൽ ഔവൽ മുഷബ്ബഹു ബിഹി വസാനി മുഷബ്ബഹ് അല്ലേ? ഇവിടെ അള്ളാഹു കന്നൂരി എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒന്നാമത്തെ നൂറ് മുഷബ്ബഹ് ബിഹിയാണ്, ഒന്നാമത്തെ നൂറ് മുഷബ്ബഹ് ബിഹിയാണ്. ഏകദേശം നിങ്ങൾക്ക് ആൻസർ ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടാവും. രണ്ടാമത്തെ ഓപ്ഷൻ ഏതായിരിക്കും? രണ്ടാമത്തെ നൂറ് അല്ലേ? 2 നൂറുണ്ടല്ലോ. രണ്ടാമത്തെ നൂറ് മസലു നൂരിഹി കമിഷ്കാത്ത്. അവിടെ ഹ എന്നുള്ള ലമീർ മടങ്ങുന്നത് അള്ളാഹുവിലേക്കാണ്. അപ്പം നൂറുൻ കമിഷ്കാത്ത്, അള്ളാഹിൻ്റെ പ്രകാശം മിഷ്കാത്ത് പോലെയാണ്. അപ്പോൾ അവിടെയുള്ള നൂറ് എന്താണ്? മുഷബ്ബഹ് ആണ്. ഓക്കെ, അപ്പോൾ ഏതായിരിക്കും ആൻസർ? അതെ, മുഷബ്ബഹ് ബിഹി, ഒന്നാമത്തത് സി ആണ് ശരിയായ ആൻസർ. നെക്സ്റ്റ്, അഖദൽ കൽബു യഖ്തരിബു ഷൈഅൻ ഫഷൈഅ ഹത്താ വസല ഇലാ തറഫി ഹിദാഇഹ വഅത്ലഖ നുബാഹൻ ആലിയൻ ജഅലഹ تغوصي في داخلها من شدة الخوف وتغمض عينيها باكية بصوت مكتوم كيل تصير غضبه تمنت لو انشقت الأرض فبلغتها فذلك أهون بكثير من أن يغرز أنيابه المخيفة في جسدها. أي أسلوب كتابي وظف الكاتب في هذه الفقرة. ഈ ഫിഖറയിൽ ഏത് ഉസ്ലൂബാണ് കാത്തിബ് വെച്ചിട്ടുള്ളത് എന്നുള്ളത്? ഉസ്ലൂബുൻ ഇൽമി, ഉസ്ലൂബുൻ മൻതിഖി, ഉസ്ലൂബുൻ അദബി, ഉസ്ലൂബുൻ ഖിതാബി. ഇത് ബലാഗയിൽ നിന്നാണ് ഉസ്ലൂബിനെ കുറിച്ച് പറയുന്ന ആ ഭാഗത്ത്. അപ്പോൾ ഉസ്ലൂബുൽ ഇൽമി ആണെങ്കിൽ അത് ഇപ്പോൾ നമ്മുടെ ഖസാഇസ് ഇബ്നു ജിന്നി, അത് ഉസ്ലൂബിന് ഇൽമി ആയിട്ടുള്ളൊരു കിതാബാണ്. ഉസ്ലൂബുൻ ഇൽമി ആയിട്ടുള്ള ഒരു കിതാബാണ് അല്ലേ? ഉസ്ലൂബുൻ മൻതിഖി ആണെങ്കിൽ അതിൽ കുറേ ചോദ്യങ്ങളും കുറേ ഉത്തരങ്ങളും ആ കാര്യങ്ങളുണ്ടാവും, ഉസ്ലൂബുൻ മൻതിഖി. ഉസ്ലൂബുൻ ഖിതാബി ആണെങ്കിലോ പ്രസംഗിക്കുന്ന ആളുകൾ അല്ലേ, ഖിതാബി ആയിട്ടുള്ള ആ ഒരു ആവർത്തനങ്ങളും അതുപോലെ തന്നെ ഇഷാറത്തുകളും ഒക്കെ ഉണ്ടാകും. ഉസ്ലൂബുൻ അദബി ആണെങ്കിലോ ഉസ്ലൂബുൻ അദബി ഖയാലായിരിക്കും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള സംഗതി. അത് ഖയാലിയായിട്ടുള്ള ഒരു വിവരണം ആയിരിക്കും. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ്, ഈ ഒരു പാരഗ്രാഫ് നമുക്ക് എങ്ങനെ കാണാം? ഒരു ഖയാലിയായിട്ടുള്ള, അതുപോലെ തന്നെ വികാരങ്ങൾ, ഇമോഷൻസ്, ഫീലിങ്സ് ഒക്കെ നമുക്കിതിൽ കാണുവാൻ സാധിക്കും. അപ്പം ഇതെന്താണ്? ഒരു അദബിയായിട്ടുള്ള ഒരു ഉസ്ലൂബാണ്. അപ്പോൾ ശരിയായ ആൻസർ ഏതാണ്? ഉസ്ലൂബുൻ അദബി, ഉസ്ലൂബുൻ അദബി. ഓക്കെ, ഇത്ര ചോദ്യങ്ങളാണ് നമുക്ക് ബലാഗയിൽ നിന്നും അറൂദയിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ നഹവിൽ നിന്നും ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു കാര്യം പറയാനുള്ള, ഓപ്ഷനുകൾ കൃത്യമായിക്കൊണ്ട് നമ്മൾ വായിക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് ഓപ്ഷനുകൾ മുഴുവൻ വായിക്കാതെ ആദ്യം കാണുന്നതാണ് ശരി എന്ന് വിചാരിച്ച് നമ്മൾ അതിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെ കറുപ്പിച്ച് കഴിഞ്ഞാൽ, OMR കറുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ശേഷം വരുന്ന ഓപ്ഷനുകൾ അതിൽ കുല്ലുൻ ഖത ഉണ്ടാകാം, അല്ലെങ്കിൽ കുല്ലുൻ സ്വഹീഹ് ഉണ്ടാകാം, അല്ലെങ്കിൽ A and B, C and B എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്ഷനുകളും ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള തെറ്റുകൾ വരാതിരിക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.